തമിഴ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. നടി തൃഷയ്ക്കെതിരായ ദയാർത്ഥ പരാമർശത്തിൽ കസ്റ്റഡിയിലെടുത്ത തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ഏതായാലും വിട്ടയക്കും. റിമാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സ്ത്രീകളുടെ താൽപര്യം സംരക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും തമിഴ്നാട് സർക്കാർ കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. ജാമ്യം നൽകാവുന്ന കേസാണെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ വിട്ടയക്കണമെന്നാണ് കോടതി നൽകിയ നിർദ്ദേശം. പ്രതീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ഉദയനിധിയുടെ അറസ്റ്റിന് പിന്നാലെ. പക്ഷേ ഏതായാലും വിട്ടയക്കാൻ തന്നെയാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിനും ആ നിലപാട് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, സ്ത്രീകളുടെ താല്പര്യം സംരക്ഷിക്കുക. ഈ രീതിയിൽ സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തിയതിൽ പ്രതിപക്ഷ നേതാവായാലും നടപടിയെടുക്കും എന്നതുകൂടിയാണ് അല്ലേ? വിനീത, തീർച്ചയായും അത്യന്തം സിനിമാ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ചെന്നൈയിൽ നടക്കുന്നത്. തമിഴ് രാഷ്ട്രീയം ഉൾപ്പെടെ കലങ്ങി മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് ഉദയനിധി സ്റ്റാലിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. ഏകദേശം 7 മണിയോടുകൂടി ഉദയനിധി സ്റ്റാലിനുമായി പോലീസ് തഞ്ചാവൂരിലെത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ ജാമ്യം അനുവദിക്കും എന്ന സർക്കാർ നിലപാട് അറിയിച്ചതോടുകൂടി തന്നെ ഇന്ന് തന്നെ ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കും. ഏകദേശം 9 മണിയോടുകൂടി തഞ്ചാവൂർ സ്റ്റേഷനിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാനുള്ള അത്തരം നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകില്ല എന്നതാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി അത്തരത്തിലൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. പക്ഷേ അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ DMK ഉയർത്തിക്കാട്ടുകയാണ്. ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ഈ തഞ്ചാവൂരിലേക്കുള്ള യാത്രാമധ്യേ ഉൾപ്പെടെ ഈ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിലും നടന്നു. വാഹനങ്ങൾ തടഞ്ഞ ഉദയനിധി സ്റ്റാലിന് ഭക്ഷണം നൽകാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. പക്ഷേ പോലീസ് അതിനെ അനുവദിച്ചില്ല. പിന്നീട് ഈ വഴിമധ്യേയുള്ള ഒരു സ്റ്റേഷനിൽ നിർത്തിയാണ് ഉദയനിധി സ്റ്റാലിന് ഭക്ഷണം നൽകിയത്. ഇപ്പോൾ തഞ്ചാവൂരിലേക്കുള്ള യാത്രയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ നടപടി രാഷ്ട്രീയ നീക്കമാണ്, അല്ലെങ്കിൽ പ്രതികാര നടപടിയാണ് എന്നതാണ് പ്രധാനമായും DMK ആരോപിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ തന്നെ രാഷ്ട്രീയപരമായി നേരിടും എന്നതാണ് DMK അറിയിച്ചിരിക്കുന്നത്. ഈ അറസ്റ്റിന് പിന്നാലെ തന്നെ MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഈ അടിയന്തര യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ DMK ആസ്ഥാനത്താണുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ തിരിച്ചെത്തുന്നതോടുകൂടി തന്നെ ആ വരവ് വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് പ്രധാനമായും ഇവർ DMK തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഇതിൽ TVK പറയുന്ന കാര്യം, പ്രതിപക്ഷ നേതാവായാൽ പോലും സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയാൽ ഇത്തരം നടപടി ആയിരിക്കും സ്വീകരിക്കുക എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുക എന്നതാണ് TVK പ്രധാനമായും ഒരു വാദമായി ഇവിടെ ഉന്നയിക്കുന്നത്. വിനീത, ശരി, പ്രതീഷ് ഇപ്പോൾ ചെന്നൈയിലാണ് ഉള്ളത്. അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.